ഇത് ഞങ്ങളുടെ ഈ ഒരു മെത്തഡോളജി ഈ കാര്യങ്ങളെ ഒന്നുകൂടെ വ്യക്തമാക്കി തരാൻ ഉതകുന്ന വിധത്തിൽ കൃത്യമായി എന്ന അഭിപ്രായം തന്നെയല്ലേ താങ്കൾക്കുള്ളത്? അതെ, തീർച്ചയായിട്ടും നമ്മളുടെ വിശദമായിട്ട് ഇതിൻ്റെ മെത്തഡോളജിയെ കുറിച്ച് പഠിച്ചിരുന്നു. ഇത് ഞാൻ മനസ്സിലാക്കുന്ന ന്യൂസ് മലയാളത്തിൻ്റെ എഡിറ്റോറിയൽ ടീം തന്നെയാണ് ഇതിൻ്റെ ചോദ്യാവലി ഫൈനൽ ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി എന്ന് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന ശാസ്ത്രീയമായി വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള റെപ്രസെൻറ്റേറ്റീവിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ വിശദീകരിച്ചിരുന്നു 14 ജില്ലകളും ഈ സർവേയുടെ ഭാഗമായി ന്യൂസ് മലയാളം ഈ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, 60 മണ്ഡലങ്ങളാണ് കേരളത്തിൽ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 20 മണ്ഡലങ്ങൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി ഒരേ മുന്നണികളെ വിജയിപ്പിച്ച മണ്ഡലങ്ങളാണ് സ്ഥിര മണ്ഡലങ്ങൾ എന്ന രൂപത്തിൽ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 40 മണ്ഡലങ്ങൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തങ്ങളായ മുന്നണികളെ പലപ്പോഴായി വിജയിപ്പിച്ചവരാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സാമ്പിളിൻ്റെ രീതി. അടുത്തത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും തിരഞ്ഞെടുക്കുന്ന ഓരോ മണ്ഡലത്തിലും 4 വീതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ സർവേക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും 4 വീതം വാർഡുകളും ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വാർഡിലും 20 വീതം വീടുകളും സെലക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ വീടുകളിൽ പോയിട്ടാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 100% സാമ്പിളിൻ്റെ ആ പ്രാതിനിധ്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും അവിടുത്തെ ജനസംഖ്യയുടെയും അതുപോലെ മണ്ഡലങ്ങളുടെ പൊതു പ്രാതിനിധ്യത്തിൻ്റെയും ഒരു ശരിക്കുള്ളൊരു അനുപാതം ജില്ലകളിലെ സാമ്പിളുകളിൽ വളരെ പ്രകടമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ ഈ പറയുന്ന നമ്മുടെ ലിംഗാനുപാതത്തെ നോക്കി കഴിഞ്ഞാൽ ജെൻഡർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ സെൻസസിലുള്ളതിന് ഏതാണ്ട് അനുപാതികമായി തന്നെയുള്ള ഒരു കണക്കാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ആകെയുള്ള സാമ്പിളിൻ്റെ 48.8% ആളുകൾ ഇതിനകത്ത് സ്ത്രീകളും 51.1% ആളുകൾ പുരുഷന്മാരും 0.1% ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. ഈ സാമ്പിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ പറയുന്നത്. അതുപോലെ ഈ ഏജ് വൈസുള്ള ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് വളരെ ശാസ്ത്രീയമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന പോലെ തന്നെയാണ്. ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ജനസംഖ്യയുടെ ആനുപാതികമായി ഓരോ ഏജ് ഗ്രൂപ്പിനും ആനുപാതികമായി തന്നെയാണ് ഈ സാമ്പിളുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഈ റിലീജിയൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ എന്ന് പറയുന്നത് പിന്തുടരുന്ന ചില ആചാരക്രമങ്ങൾക്കപ്പുറത്തേക്ക് ഇതൊരു സംസ്കാരമാണ്. നമ്മളിൽ പലരുടെയും ആശയങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന രീതിയിൽ തന്നെയാണ് റിലീജിയനെ ഒരു രാഷ്ട്രീയ പഠന വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുന്നത്. ഇവിടെ ഈ നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മുടെ സമൂഹത്തിലുള്ളതുപോലെ തന്നെ 25.5% ആളുകൾ നമ്മൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ സാക്ഷിന് ഇവിടെ സൂചിപ്പിച്ച പോലെ ആ ക്ലാസിഫിക്കേഷൻ കൃത്യമായി തന്നെ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം പിന്നീട് വരുന്ന ഓരോ പ്രതികരണത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇതിൽ പ്രതികരിച്ചിരിക്കുന്ന 26.5% എന്ന് പറയുന്ന റെസ്പോണ്ടൻസാണ് പിന്നീടുള്ള പ്രതികരണങ്ങളിൽ നമ്മൾ 100%മായും ആ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ റിലീജിയൻ്റെ 100% എന്ന് പറയുന്നത് ഈ ടോട്ടൽ സാമ്പിളിൻ്റെ 26.5 എന്ന് പറയുന്ന ആ നമ്പറിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന അവരുടെ അഭിപ്രായത്തെ നമ്മൾ ക്രോഡീകരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റനെയർ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവിടെ ഈ പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് വിശകലനങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുള്ളൊരു ഒരു ചോദ്യാവലിയാണ് ഇതിനകത്ത് കണ്ടേക്കുന്നത്. ഇപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വളരെ കുറവാണ്. അതിനേക്കാൾ കൂടുതൽ ഓരോ വിഷയത്തിലും അവരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകളായി പ്രകടിപ്പിക്കാൻ 4 പോയിൻറ്റ് സ്കെയിൽ, 5 പോയിൻറ്റ് സ്കെയിൽ പോലെയുള്ള പല രീതിയിലും സ്കെയിൽ ചെയ്തേക്കുവാണ്. അപ്പോൾ അവിടെ അവർക്ക് ഏതാണോ അവർക്ക് അനുയോജ്യമായ പ്രതികരണം ആ പ്രതികരണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു രീതി ഷെഡ്യൂളിനകത്ത് കാണുന്നുണ്ട്. മറ്റൊരു വിഷയം, ഇപ്പം മുൻകൂട്ടി തീരുമാനിക്കുന്ന ചില ഉത്തരങ്ങൾ വേണം എന്നുദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾ ഇതിനകത്തില്ല. വളരെ നിഷ്പക്ഷമായിട്ട് വളരെ കൃത്യമായ ബാലൻസിങ് പാലിച്ചുകൊണ്ട് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യാവലിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂസ് മലയാളത്തിൻ്റെ എഡിറ്റോറിയൽ ടീം തന്നെ പരിശോധിച്ച് ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യാവലി എന്ന നിലയ്ക്ക് തന്നെ സമൂഹത്തിൻ്റെ എല്ലാ
ചലനങ്ങളെയും അറിയുന്ന ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം തന്നെ ഇതിന് നേതൃത്വം നൽകിയെന്നതാണ് ഈ ചോദ്യാവലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.